ആയിരിക്കും, പക്ഷെ മൈക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നടക്കുന്ന കുറച്ച് പോർഷനാണ് കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി എടുത്ത് പിടിക്കരുത്. അതായത് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് ബോറായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഹായ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വോയിസ് ഓവർ വീഡിയോസ് ഷോർട്സിന് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോസിന് എങ്ങനെ മൈക്കില്ലാതെ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാം, ഏത് ആപ്പാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആൻഡ് നമുക്ക് എങ്ങനെയാണ് ഒറ്റ സ്ട്രെച്ചിൽ ഇത്ര സ്പീഡിൽ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണേ കേട്ടോ. ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് അടക്കം വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വോയിസ് ഓവർ വീഡിയോസ് എങ്ങനെ ചെയ്യാന്ന് കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെ ഈ ഷോർട്ട് വീഡിയോസിന് ക്രിയേറ്റേഴ്സൊക്കെ ഇത്ര സ്പീഡിൽ വോയിസ് ഓവർ ചെയ്യുന്നത്, എന്ത് രസം അവരുടെ വോയിസ് കേൾക്കാൻ. എൻ്റെ വോയിസ് എനിക്ക് ഒരു രസമായിട്ട് തോന്നിയില്ലല്ലോ, ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് ബോറായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണോ? അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് നോർമലായി തോന്നുന്നൊരു കാര്യമാണ് നമ്മുടെ തന്നെ വോയിസ് നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ക്രിഞ്ച് അടിക്കുക എന്നുള്ളത്. അത് എനിക്കും തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഷോർട്ട് വീഡിയോസ് വീണ്ടും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്നിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു ക്രിഞ്ച് ഫീൽ തോന്നും. അയ്യേ, ഞാൻ എന്താ പറഞ്ഞിരിക്കണേ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അത് വളരെ നോർമലാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ വോയിസ് വേറൊരാൾക്കായിരിക്കും നിങ്ങളെയൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുക. അതുകൊണ്ട് എൻ്റെ വോയിസ് ബോറാണ്, ഞാൻ ചെയ്യുന്നത് കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തായാലും വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാതിരിക്കേണ്ട. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു മ്യൂസിക് മാത്രം ഇടുന്നതിനേക്കാളും വോയിസ് ഓവർ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗണ്ടായിട്ട് ആളുകൾ കുറച്ചുകൂടെ കണക്റ്റ് ആവും. അതായത് നിങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട് കുറച്ചുകൂടെ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും, അവരായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സംസാരിച്ച് ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്നാലും ബാക്കി എല്ലാവരും കേൾക്കുമ്പോൾ നിങ്ങളായിട്ടൊരു കണക്ഷൻ വരും. നിങ്ങളുടെ സൗണ്ട് ഡെയിലി കേട്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ തന്നെ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻഹിബിഷനും ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ഭയങ്കര ബോറാണോ, ഞാൻ ചെയ്യുന്ന ആർക്കെങ്കിലും ഇഷ്ടമാവോ, നെഗറ്റീവ്സ് വരുമോ? നെഗറ്റീവ്സും പോസിറ്റീവ്സും നോക്കണ്ട, നിങ്ങൾ ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ 1-2 നല്ല കമൻറ്റ്സ് വരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ആ ഒരു കോൺഫിഡൻസ് മതി പിന്നെ മുന്നോട്ട് ചെയ്തു പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരുന്ന് വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ ആളുകളുണ്ടാവും. ഞാൻ ആരുടെയോ വീഡിയോ ആണ് കാണുന്നത് എന്നതിൽ നിന്ന് എനിക്കറിയാവുന്ന ഒരാളുടെ വീഡിയോ ആണ് കാണുന്നത് എന്ന പോയിന്റിലേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് വോയിസ് ഓവർ ഈ നമ്മൾ മ്യൂസിക് ഇട്ട് ചെയ്യുന്ന വീഡിയോസിനേക്കാളും ഷോർട്ട് വീഡിയോസിൽ സബ്സ്ക്രൈബേഴ്സിനെ ബിൽഡ് ചെയ്യാനും അതുപോലെ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയണേ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും വോയിസ് ഓവർ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്യും. കാരണം പലരുടെയും സംസാര രീതി, ശൈലി ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങളായിട്ട് നിങ്ങളുടെ വോയിസ് കൊണ്ട് ഒരു ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ നിൽക്കുന്ന കുറേ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ അവരുടെ വോയിസ്, അവർ സംസാരിക്കുന്ന രീതി അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അവരെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ടല്ലേ. അതുകൊണ്ട് വോയിസ് ഓവർ വീഡിയോസ് അങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, നെവർ കോപ്പി സമ്മൺസ് സ്റ്റൈൽ. വേറൊരാളുടെ സ്റ്റൈലോ വേറൊരാളുടെ രീതിയോ കോപ്പി ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാൻ തന്നെ പറയാം, ഞാൻ വോയിസ് ഓവർ വീഡിയോസ് ചെയ്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചേച്ചിയുടെ വീഡിയോസ് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അതേ പാറ്റേണിലൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, ചെയ്തോട്ടെ, നമ്മുടെ തന്നെ രീതി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. നല്ല വീഡിയോ ആണ്, കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു. ഇതിന് ശേഷം വാട്ട് ഷീ ഡിഡ് വാസ്, ആള് എൻ്റെ തന്നെ കോണ്ടന്റ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ പറയുന്ന രീതി, ഞാൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ്, അതായത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതി ചിന്തിച്ചുണ്ടാക്കിയതായിരിക്കും ഓരോ വീഡിയോസിനും വേണ്ടിയിട്ട്. അതങ്ങനെ തന്നെ അതേ വരികൾ, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ ആളുടെ പല പല വീഡിയോസിലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് ആളുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തു, ലൈക്ക് ഇതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തപ്പോൾ അവരെയും എന്നെയും എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു. സോ എനിക്ക് ആൾ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടോ അതുപോലെ തന്നെ പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കൊളിച്ച് ഉണ്ടാക്കുന്ന കോണ്ടന്റ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പോലും മാറ്റാതെ ചെയ്യുമ്പോൾ വേറൊരു ക്രിയേറ്ററിൻ്റെ എഫോർട്ടും കൂടിയാണ് പോകുന്നത്. പിന്നെ അതെന്താ വെച്ചാൽ പോകെ അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങും. മനസ്സിലാവുമ്പം അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, ആ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു ലോയാലിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ് പിന്നീട് അങ്ങോട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു യുണീക്ക് വേ, നിങ്ങളുടെ ഒരു യുണീക്ക് സ്റ്റൈൽ ബിൽഡ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും, വോയിസ് ഓവർ വീഡിയോ ചെയ്യാൻ മൈക്ക് വേണ്ടേ എന്നുള്ളത്. മൈക്ക് നിർബന്ധമില്ല കേട്ടോ. ഞാനൊരു ന്യൂ കോണ്ടന്റ് ക്രിയേറ്ററാണ്.
ഇപ്പം എൻ്റെ എല്ലാ വീഡിയോസിലും വോയിസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, പക്ഷെ മൈക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ക്ലോസ്ഡ് റൂമിലായിരിക്കണം എപ്പോഴും വീഡിയോസ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ ലോങ് വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതിന് മുന്നേ എൻ്റെ ലോങ് വീഡിയോസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇടയ്ക്ക് ഓരോ നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ടാവും. കാരണം ഞാൻ ഓപ്പൺ ഏരിയയിൽ എൻ്റെ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. അത് മെയിനായിട്ട് ഒന്നാമത് ഞാൻ ക്ലോസ്ഡ് റൂമിലല്ലാത്തതുകൊണ്ടും മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ടുമാണ്. പക്ഷെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ ലൈറ്റ് പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിൽ വന്നിരിക്കുന്നത്. ഷോർട്ട് വീഡിയോസിന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോയ്ക്കാണ് പിന്നെ നിങ്ങൾ വോയിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു ക്ലോസ്ഡ് റൂമിൽ പോയിട്ടിരിക്കുക. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് യൂഷ്വലി നൈറ്റോ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് വീട് നല്ല സൈലൻ്റ് ആയിട്ട് ആരും അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാത്തൊരു സമയത്ത് റൂം അടച്ച് ഫാൻ ഓഫ് ചെയ്തിട്ട് വേണം എപ്പോഴും വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാനായിട്ട്. കാരണം ഫാനിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും അത് ഈ ഷോർട്ട് വീഡിയോസിൽ നമുക്ക് അറിയാൻ പറ്റും. ആ സൗണ്ട് കേൾക്കാൻ പറ്റും. എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഷോർട്ട് വീഡിയോസിൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് ഏരിയയിൽ വേണം എപ്പോഴും ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൻ്റെ അത്യാവശ്യം വരില്ല. പിന്നെ നിങ്ങൾ ഐഫോണിലൊക്കെയാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ഉള്ള വോയിസ് ഓവർ ചെയ്യാൻ പറ്റും കേട്ടോ. മൈക്ക് ഒട്ടും തന്നെ അങ്ങനെ നിർബന്ധമില്ല ഷോർട്ട് വീഡിയോസിന്. ശരിക്കും നല്ല ക്ലാരിറ്റി തന്നെയാണ് നമ്മുടെ വോയിസ് വരിക. അതുകൊണ്ട് ഐഫോണൊക്കെ ആണെങ്കിൽ മൈക്ക് ഒട്ടും തന്നെ നിർബന്ധമല്ല. ഇനി നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ മാത്രം മൈക്ക് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് മൈക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അത്രയും പൈസ ഇല്ല, ഇനി മൈക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വോയിസ് ഓവർ ചെയ്യാതിരിക്കുകയാണ്, അതിനത്ര വൃത്തി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നെവർ ബാക്കപ്പ്. ഓക്കെ, ഞാൻ ഇതുവരെ എൻ്റെ ഒറ്റ വീഡിയോസിലും മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെയാണ് ഷോർട്ട് വീഡിയോസ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ രസം ഉണ്ടാവില്ല കേട്ടോ. ആദ്യം ഫോൺ നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത്, എവിടെയാണ് പിടിക്കണേന്നുള്ളത് കേട്ടോ. ഫോൺ ഒരുപാട് അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി അടുത്ത് പിടിക്കരുത്. അതായത് നിങ്ങളുടെ ചുണ്ടും ഈ ഫോണിൻ്റെ നിങ്ങൾ സംസാരിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, അതും ഒത്തിരി അടുത്തേക്കാവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ശ്വാസം വിടുവെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതെല്ലാം ഇതിൽ കൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വോയിസ് ഓവർ ചെയ്യണതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഈ ബ്രീത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കാൻ പറ്റുമ്പോൾ അത് കേൾക്കുമ്പോൾ കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മിനിമം ഡിസ്റ്റൻസ് പിടിക്കുക. പക്ഷെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒത്തിരി ദൂരത്തിലും പിടിക്കരുത്. അപ്പം നിങ്ങളുടെ വോയിസ് ദൂരേന്ന് കേൾക്കുന്ന പോലെ ഇരിക്കും, ക്ലിയർ ആയിരിക്കില്ല, ഒഡിബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരു വഴിക്ക് പോകും, നിങ്ങളുടെ വോയിസ് വേറെ എവിടെന്നോ വരുന്ന പോലെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മിനിമൽ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക. ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്തിട്ട് വേണം വോയിസ് ഓവർ ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ഒരു ഡൗട്ടായിരിക്കും, ഇതെങ്ങനെ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇത്ര സ്പീഡിൽ വോയിസ് ഓവർ ചെയ്യണേ? കാരണം അവർ വീഡിയോ ചെയ്യുന്നു ഭയങ്കര എളുപ്പത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ബബ അടിക്കുകയാണല്ലോ എന്ന് വിചാരിക്കണ്ടാവില്ലേ? ഇവരൊക്കെ എന്ത് രസം, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണേ. അങ്ങനെയല്ല കേട്ടോ. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതൊറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. കാരണം നമുക്കൊക്കെ തെറ്റിപ്പോവും. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ എത്ര ഉള്ളിൽ നിന്ന് വന്ന കാര്യമാണ് പറയണേന്നുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്ക് തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് തെറ്റിപ്പോയാലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ട് സംസാരിക്കുകയാണെങ്കിലും ആളുകൾ കേട്ടിരിക്കും. കാരണം ഒരു ലോങ് സ്ട്രെച്ചിൽ അവർ വെയിറ്റ് ചെയ്യാണല്ലോ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ലോങ് വീഡിയോ ആകെ കുറച്ച് നേരം ഉള്ളൂ. ആ കേൾക്കുന്ന സമയം മുഴുവൻ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ വെബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാവരും പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകും. അപ്പം ആ ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു 1 മിനിറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആണെങ്കിലും ആ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്ര എക്സ്പ്രസീവായിട്ട് പെട്ടെന്ന് പറയണു എന്നുള്ളതിലാണ് കാര്യം. സ്പീഡ് കുറയ്ക്കാതെ സ്പീഡിൽ തന്നെ പറയണമെന്ന് പറയണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നാണ്. ആദ്യം തന്നെ നിങ്ങളിതൊരു സ്ക്രിപ്റ്റാക്കി എഴുതി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ എനിക്ക് പറയാനുള്ളൂ, ഇതിപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ മതി, ഇങ്ങനെ നോക്കി റെക്കോർഡ് ചെയ്യുന്ന കാര്യമുള്ളൂ, ഇതെന്തിനാ എഴുതി വെക്കണേന്ന്. നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് തടച്ചിലില്ലാതെ സ്പീഡിൽ പറയാൻ പറ്റും. അങ്ങനെയാണ് മിക്കൊരു സ്പീഡിൽ പറയുന്നത്. ഇപ്പം ഞാൻ സ്പീഡിൽ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അല്ലാതെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അല്ലാതെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടുപോകും, അല്ലെങ്കിൽ മൈൻഡ് ഔട്ട് ആകുമ്പോൾ അത് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു നോട്ട് പാഡോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബുക്കോ എന്തെങ്കിലും എടുക്കുക, ഡയറിയോ എന്തെങ്കിലും എടുക്കുക. നിങ്ങൾ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ കൂടെ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു
ക്ലിയർ ഐഡിയ ഉണ്ടാവണം. അതിന് ശേഷം നിങ്ങളത് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്കത് ഇപ്പോൾ ഇതുപോലെ ഫോൺ വെച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുവാണെങ്കിൽ പറയാം. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര സെക്ഷൻ വരെ പറയുന്നു എന്നുള്ളത് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 3 സെക്ഷനായിട്ടാണോ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 1 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഒരു 30 സെക്കൻഡ് അങ്ങനെ 2 സെക്ഷനായിട്ടാണോ പറയാൻ പറ്റുക, അല്ലെങ്കിൽ 20 അങ്ങനെ ഒരു 3-4 സെക്ഷനായിട്ടാണോ പറയാൻ പറ്റുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡ് ചെയ്ത പോർഷൻസ് വെച്ച് വോയിസ് ഓവർ ചെയ്യുക. ആദ്യം ഒരു സെക്ഷൻ പറയുക, പിന്നെ എഴുതി വെച്ചേക്കണ ബാക്കി പറയുക, പിന്നെ നെക്സ്റ്റ് സെക്ഷൻ പറയുക. അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇതിങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞ പോലെ ഇരിക്കരുത്. നിങ്ങൾ ആ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി വേണം. ഇനി അതെങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിയെന്ന് വെക്കുക, അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഒരു സർട്ടൻ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുക, ബാക്കി പറയുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്താ പറയുക, നിങ്ങൾ ഈ ബാക്കി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യണ പോലെ സ്പീഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുക കേട്ടോ. ഇനി കുറച്ച് പേർക്കുള്ള ഡൗട്ടായിരിക്കും, ഈ വീഡിയോ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് വോയിസ് സ്പീഡിൽ പറയാൻ പറ്റണമെന്ന്. അത് ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സ്കില്ലാണ്. കാരണം നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയതുകൊണ്ട് സ്പീഡിൽ തന്നെ പറയണം. അപ്പോൾ നിങ്ങൾക്ക് തീരെ സ്പീഡിൽ പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീഡിയോസിൻ്റെ സ്പീഡ് കുറയ്ക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോസിൽ എടുത്താൽ കാണാം, നിങ്ങൾക്ക് അതിനകത്ത് സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് 1x നമ്മുടെ വീഡിയോ എങ്കിൽ അത് കൊണ്ടുപോയിട്ട് 0.5 എന്താ പറയുക, ഒരുപാട് ഇപ്പോൾ 0.75x 0.60x ഇടരുത്. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയി പോകും. അപ്പോൾ ഒരു 0.90 0.95 അങ്ങനെയൊക്കെ ഓരോ ക്ലിപ്പിൻ്റെയും സ്പീഡ് കുറച്ചിടുക. അപ്പോൾ വീഡിയോ വല്ലാണ്ട് സ്ലോ മോഷനിൽ പോണ പോലെ ആളുകൾക്ക് തോന്നരുത്. കുറച്ചൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ടിട്ട് നിങ്ങൾ അതനുസരിച്ചൊന്ന് വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വെറുതെ സംസാരിക്കാം. അതായത് വോയിസ് ഓവർ ചെയ്യാതെ വെറുതെ നിങ്ങളിങ്ങനെ ആ വീഡിയോ കൊണ്ട് സംസാരിച്ച് നോക്കുക. അങ്ങനെ സംസാരിച്ച് കുറച്ച് സ്പീഡപ്പാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തെറ്റിപ്പോവില്ലേ, അപ്പം എന്താ ചെയ്യുക, ആദ്യം മുതലുള്ള വോയിസ് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയണമെന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിന് മൊത്തമായിട്ട് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ആദ്യം നിങ്ങൾ ഇൻഷോട്ടിൽ പോവുക. ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇൻഷോട്ടിൽ പോവുക. ഇൻഷോട്ടിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു ഷോർട്ട് വീഡിയോ, നിങ്ങൾ ആദ്യം അവിടെ ഒരു പ്ലസ് സൈൻ കാണാം അല്ലേ. അപ്പോൾ അതിനകത്തൊരു പ്ലസ് സൈൻ കണ്ടതിന് ശേഷം വീഡിയോ ഫോട്ടോ എന്നുള്ള ഓപ്ഷനുണ്ട്. ആ വീഡിയോ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഓഡിയോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. ആ ഓഡിയോ എന്നുള്ള സെക്ഷൻ എടുക്കുക. അതിൽ തന്നെ 3-4 ഓപ്ഷൻ കണ്ടോ, അതിൽ റെക്കോർഡ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. റെക്കോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു റെഡ് സൈൻ കാണാം. അവിടെ ഒരു റൗണ്ടിലൊരു സംഭവം കാണാമല്ലോ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് റെക്കോർഡ് ആവുക. റെക്കോർഡ് ആവുന്നതിന് മുന്നായിട്ട് ഒരു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഒരു 3 സെക്കൻഡ് സമയം തരും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം എങ്ങനെയാണ്. ഞാൻ എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇതാ ക്ലിക്ക് ചെയ്തു. അപ്പം 3, 2, 1 കണ്ടല്ലോ. ഇനി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങുക. ഇതാ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുക. പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുക. എനിക്ക് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് ഞാൻ മറന്നുപോയി എന്ന് വയ്ക്കുക. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു കണ്ടോ. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇനി എനിക്ക് ബാക്കി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. വീണ്ടും നമുക്ക് 3, 2, 1 വന്നു. ഞാൻ ദാ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, എനിക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു മതി എന്ന് വയ്ക്കുക. ഞാൻ എന്ത് ചെയ്യും, വീഡിയോ കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്തു കണ്ടോ. വീണ്ടും ഞെക്കി. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യണതിന് ഞാനിവിടെ ഒരു ടിക്കിൻ്റെ സൈൻ കണ്ടോ നിങ്ങൾ, ഒരു ടിക്കിൻ്റെ സൈൻ. ആ ടിക്കിൻ്റെ സൈനിലാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതാ ഞാൻ ടിക്കിൻ്റെ സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. 2 സെക്ഷനായിട്ട് കണ്ടോ വീഡിയോ. ഒരു ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ തന്നെ 2 സെക്ഷനായിട്ട് ഇതുപോലെ 2 ക്ലിപ്പായിട്ടാണ് വോയിസസ് കിടക്കുന്നത്. അപ്പം ആദ്യത്തെ വോയിസും രണ്ടാമത്തെ വോയിസും തമ്മിൽ എന്തെങ്കിലും കണ്ടിന്യൂറ്റിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ കണ്ടിന്യൂറ്റിയുടെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ട് നോക്കുക. എന്നിട്ട് എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലിപ്പിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ സെക്കൻഡ് ഓഡിയോയിൽ നിന്ന് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ,
അതുപോലെ ഇനി ബാക്കിൽ നിന്നാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ മൊത്തമായിട്ട് ഒരു ഓഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണ്ട. നിങ്ങളുടെ ഓഡിയോ തെറ്റി പോവുകയാണ് എന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനെ സെക്ഷനായിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ഓഡിയോ ക്ലിപ്പ് മൊത്തം നിങ്ങളുടെ ശരിയായി, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള കുറച്ച് പോർഷൻ, അത് നടുക്കുന്ന കുറച്ച് പോർഷനാണ് കട്ട് ചെയ്ത് കളയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പ്ലിറ്റ് ബട്ടൺ കൊടുത്തു. കണ്ടോ, നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണ്ട, സ്പ്ലിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് നടുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയത് കണ്ടോ, ഈ നടുക്കുള്ള സെപ്പറേറ്റ് സെക്ഷൻ മാത്രം നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ ആ ഫസ്റ്റത്തെ ഓഡിയോയും നിങ്ങൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഓഡിയോയും കൂടെ ഒറ്റ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് മെർജ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഓഡിയോ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. എഗെയിൻ കണ്ടോ 3, 2, 1 വന്നു, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങി, വീണ്ടും അതിൽ ഞെക്കി സേവ് ചെയ്തു. കണ്ടോ, ഇനി ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെ അടുത്തടുത്തേക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഓഡിയോസ് എല്ലാം കൂടെ അടുത്തടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ ഓഡിയോ ആയിട്ട് ഇതുപോലെ കിട്ടും. അതുകൊണ്ട് കണ്ടോ, ഇപ്പം നോക്ക്, ഞാൻ 3-4 ഓഡിയോ ആയിട്ടാണ് ചെയ്തേക്കണത്, പക്ഷെ എല്ലാം കൂടെ ഞാനൊരു ഒറ്റ ഓഡിയോ ആണ് ഇതിലാക്കിയേക്കുന്നത്. കണ്ടോ, അപ്പം ഇത്രയും ഈസിയാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻഷോട്ടിൽ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇൻഷോട്ടിലാണ് ചെയ്യാറ്, വീക്കെൻഡിലും ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിന് ഒരു ആപ്പ് പറഞ്ഞു തന്നതാണ്, 1-2 ആപ്സ് ഒരുമിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇൻഷോട്ടിൽ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. സ്ലോ ആയി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസിനെ ബാധിക്കാൻ കാര്യമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡീസൻറ്റ് സ്പീഡിൽ വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സേവ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. വോയിസ് ഓവർ ചെയ്യണ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടിക്ക് ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾ എക്സ്പോർട്ട് അടിച്ചാൽ മതി. ആ വീഡിയോയുടെ ഒപ്പം വോയിസും എന്തായാലും സേവ് ആയിട്ട് നിങ്ങളുടെ ഗാലറിയിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാനാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എന്തായാലും കമൻറ്റിൽ റിപ്ലൈ ചെയ്യാം. വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ.